രസത്തിനാവശ്യമായ കൂട്ടുകൾ: തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, കായം, മല്ലിയില, വറ്റൽമുളക്, ഇഞ്ചി, പുളി, ഉലുവപ്പൊടി, വെളിച്ചെണ്ണ. ആദ്യം തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ചിലത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അതിലൂടെ ഒഴിച്ച് അതിലോട്ട് ചെറിയുള്ളി, വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അല്പം ജീരകം ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം മുളക് പൊടി, ശകലം മല്ലിപ്പൊടി. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ജാറിലൊന്നിട്ട് അടിച്ചെടുക്കാം. ഇത് ജാറിൽ അരച്ചെടുത്ത് വഴറ്റിയ സാധനങ്ങളാണ്. അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ശകലം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ശകലം മതി. ശകലം കൂടി ഇടാം. കറിവേപ്പിലയിട്ട് രസം ഇറക്കി വെക്കാം. തിളച്ചിട്ടുണ്ട്. എന്നിട്ട് വറവിടാം. രസം ഇനി വറവിടാം. കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ വെച്ച് ഞാൻ കടുകിട്ട് കൊടുക്കാം. കായ ഇട്ട് കൊടുക്കാം. ശകലം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടാം. എന്നിട്ട് അടച്ചു വെക്കാം. എൻ്റെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.